പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ജസ്റ്റിൻ. ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. എന്തുകൊണ്ടാണ് ടോപ്പ് റാങ്കർമാർ പോലും പരാജയപ്പെടുമ്പോൾ ഒരു ആവറേജ് വിദ്യാർത്ഥി UPSC എക്സാം ക്രാക്ക് ചെയ്യുന്നത്? ഒരുപാട് രക്ഷിതാക്കളെയും കുട്ടികളെയൊക്കെ ഒരേപോലെ ചിന്തിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. സയന്റിഫിക് ആയിട്ട് ഇതിന് റീസൺസ് ഉണ്ട്. അതറിഞ്ഞാൽ നമ്മുടെ വിജയം സുനിശ്ചിതം. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ആള് സ്കൂളിലും കോളേജിലൊക്കെ ടോപ്പറാണ്, നന്നായിട്ട് പഠിക്കും, ഈ പറഞ്ഞതുപോലെ എല്ലാ എക്സാംസിലും ടോപ്പറാണ്, ഫൈനൽ ടോപ്പറാണ്, എല്ലാം ഓക്കെയാണ്. ബട്ട് 3 തവണ പ്രിലിംസ് കൊടുത്തിട്ടും ആൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അതേസമയം ആളുടെ ഒരു ഫ്രണ്ട് ജസ്റ്റ് ഡിഗ്രി മാത്രമേ ഉള്ളൂ, ഇദ്ദേഹത്തെ പോലെ PhD ഇല്ല, PG ചെയ്തിട്ടില്ല, ഡിഗ്രി മാത്രമേ ഉള്ളൂ. വലിയ സംഭവമൊന്നും ആയിരുന്നില്ല, ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ 3-മത്തെ അറ്റംപ്റ്റിൽ പ്രിലിംസ് മെയിൻസും ഇന്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്തു. ഇപ്പം ലബാസനയിൽ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ റിയാലിറ്റി എന്താണ്? ഒരുപാട് സയന്റിഫിക്കലി ഒരുപാട് എക്സ്പേർട്സ് മുന്നോട്ട് വെക്കുന്ന ചില സംഭവങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, റിട്രീവൽ ഫ്ലുവൻസി അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ അറിവിന്റെ അധിക ഭാരമാണ് മെജോറിറ്റി ടോപ്പേഴ്സിനെയും പിന്നോട്ടേക്ക് വലിക്കുന്ന ഒരു ഘടകം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതൊക്കെ അവർ വായിക്കുന്നു, കിട്ടാവുന്നതിൽ നിന്നൊക്കെ അവർ അറിവ് നേടാൻ ശ്രമിക്കുന്നു UPSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അത് ടെക്സ്റ്റ് ബുക്സുകളായിക്കോട്ടെ, NCERTs ആയിക്കോട്ടെ, കോച്ചിങ് നോട്ട്സ് ആയിക്കോട്ടെ, സൗത്ത് ഇന്ത്യൻ കോച്ചിങ് നോട്ട്സ് ആയിക്കോട്ടെ, നോർത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ, ഒരുപാട് വായിച്ച് ഒത്തിരി വായിക്കുന്നു. സംതിങ് കൈൻഡ് ഓഫ് എ ബുഫെ. ആവറേജ് വിദ്യാർത്ഥി ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നു. ഇദ്ദേഹം ഒരുപാട് വായിക്കുന്നു, ലക്ഷ്മികാന്ത് വായിക്കുന്നു, ഇർഫാൻ ഹബീബ് വായിക്കുന്നു, അല്ലെങ്കിൽ ശേഖർ ബന്ദോപധ്യായ, DD ബസു, ലക്ഷ്മികാന്ത്, ചേട്ടച്ചൻ, അല്ലെങ്കിൽ മുത്തപ്പൻ എല്ലാം വായിച്ചു കൂട്ടുന്നു. ദ പ്രോബ്ലം ഈസ് ദാറ്റ് എക്സാം ഹാളിൽ അദ്ദേഹത്തിന്റെ റിട്രീവൽ കപ്പാസിറ്റി വളരെ ലിമിറ്റഡ് ആയിരിക്കും. ബ്രെയിൻ ഓൾറെഡി ഓവർലോഡഡ് ആണ്, ചിന്തിച്ചെടുക്കാനും ഓർത്തെടുക്കാനും ആവുന്നില്ല. അദ്ദേഹം എക്സാം ഹാളിൽ ഈ 120 മിനിറ്റ്സിൽ അല്ലെങ്കിൽ മെയിൻസിന്റെ 180 മിനിറ്റ്സിൽ പരാജയപ്പെട്ടു പോകുന്നു. മറ്റേയാള്, അദ്ദേഹത്തിന് ലിമിറ്റഡ് ബുക്സേ ഉള്ളൂ, ലിമിറ്റഡ് സോഴ്സസേ ഉള്ളൂ. അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിമിറ്റഡ് സോഴ്സസ് ഒരുപാട് തവണ വായിച്ച് അതിൽ നിന്ന് മാക്സിമം റിട്രീവ് ചെയ്യുന്നു. അയാളുടെ റിട്രീവൽ കപ്പാസിറ്റി ഇദ്ദേഹത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഫാസ്റ്ററാണ്, ഓർമ്മിച്ചെടുക്കാനുള്ള ശക്തി കുറച്ചും കൂടി ഫാസ്റ്ററാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു. ഇനി മറ്റൊരു കാര്യം, റിവിഷന്റെ സ്ട്രാറ്റജി. ടോപ്പ് റാങ്കറുടെ സ്ട്രാറ്റജി എപ്പോഴും എന്താ വെച്ചാൽ, അദ്ദേഹം സ്കൂളിലും കോളേജിലൊക്കെ പരീക്ഷിച്ച സെയിം സംഭവം തന്നെ അദ്ദേഹം ചെയ്യുന്നു. ഒരുപാട് വായിച്ച് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഒത്തിരി വായിച്ചെങ്കിലേ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ എന്ന ധാരണയിൽ ഒരുപാട് വായിച്ച് കൂട്ടുന്നു. എത്രത്തോളം വായിക്കാൻ പറ്റുമോ അത്രത്തോളം വായിച്ചുകൊണ്ടേയിരിക്കുന്നു. പേജസിന്റെ എണ്ണം കൂടുന്നു, ബുക്സിന്റെ എണ്ണം കൂടുന്നു. മറ്റേ ആൾ ടെസ്റ്റ് അധിഷ്ഠിതമാണ്. എന്ന് വെച്ചാൽ അയാൾക്കറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരാജയപ്പെടുന്ന ആളാണ്, എനിക്ക് ഓർമ്മയ്ക്ക് കുറവുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. അദ്ദേഹം എന്ന് വെച്ചാൽ സെൽഫ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് മോക്കുകൾ എടുക്കുന്നു. മെയിൻസിനാണെങ്കിൽ ഒരുപാട് ആൻസേഴ്സ് എഴുതി അദ്ദേഹം തെളിയുന്നു. പ്രിലിംസിനാണെങ്കിൽ ഒരുപാട് മോക്ക് എടുത്തിട്ട് അതിന്റെ നെഗറ്റീവ്സ് കുറയ്ക്കുന്നു, എറേഴ്സ് കുറയ്ക്കുന്നു, അദ്ദേഹത്തിന്റെ കെയർലെസ്നെസ് കുറയ്ക്കുന്നു, ഫാക്ച്വൽ എറേഴ്സ് കുറയ്ക്കുന്നു, അദ്ദേഹത്തിന്റെ ആക്യുറസി കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഒരാൾ വായനാധിഷ്ഠിതമാണെങ്കിൽ മറ്റേയാള് ടെസ്റ്റ് അധിഷ്ഠിതമാണ്. ഈ ടെസ്റ്റ് അധിഷ്ഠിതമായിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ പ്രിലിംസ് മെയിൻസിന്റെ ഒക്കെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്, എക്സാം ക്രാക്ക് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം എന്താ വെച്ചാൽ, എഴുത്തിലേക്ക് വരുമ്പോൾ, മെയിൻസിൽ എഴുത്തിലേക്ക് വരുമ്പോൾ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ടോപ്പ് റാങ്കേഴ്സ് ആയിട്ട് വന്ന കുട്ടികൾ ഭയങ്കര സങ്കീർണമായിട്ടുള്ള ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുന്നു. അവർ ചിന്തിക്കുന്നത് അവരുടെ വെർബൽ നോളജോ ഇന്റലക്ച്വൽ നോളജോ ഒക്കെ പേപ്പറിലേക്ക് കൊണ്ടുവന്നാൽ എക്സാമിനർ ഒരു പരിധിവരെ അവരുടെ ഈഗോ അനുവദിക്കുന്നില്ല സിമ്പിൾ ആയിട്ടും ലളിതമായിട്ടും വ്യക്തമായിട്ടും എഴുതാൻ. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. അക്കോർഡിംഗ് ടു സെക്കുലറിസം എന്താണെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ അർബൻ ഫ്ലഡിന്റെ റീസൺസ് ചോദിച്ചു. അദ്ദേഹം ഒരുപാട് പേരെ കോട്ട് ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ദിസ് ഗൈസ് സ്റ്റീൻ ആൻഡ് ദിസ് സ്മിത്ത് ആൻഡ് ദിസ് കാൾ മാക്സ് ഓർ ജോൺ മാർഷൽ ഓർ മൈ ഗേൾ ഫ്രണ്ട് മാക്സി, ദിസ് ഇസ് ലൈക്ക് ദിസ് ആൻഡ് ദാറ്റ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. മറ്റയാൾ സിമ്പിളാണ്, അയാളോട് ചോദിച്ചു, വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റിന് ചോദിച്ചതിനുള്ള വളരെ ലളിതവും വ്യക്തവുമായിട്ടുള്ള ഒരു ആൻസർ മാത്രം കൊടുക്കുന്നു. ഇതേ അവസ്ഥയാണ് ഇന്റർവ്യൂവിൽ നിങ്ങൾ എന്തിനാ IAS ആവുന്നതെന്ന് ചോദിക്കുന്നു. ചിലപ്പോൾ ടോപ്പ് റാങ്കറിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, യെസ് ഐ വാണ്ട് ടു സ്ക്രൂട്ടനൈസ് ദ സ്പെക്കുലേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് പാരഡൈം സിൻഡ്രംസ് ആൻഡ് ദോസ് ആൻഡ് ദീസ്. ആൾക്ക് ചോദിച്ചവർക്ക് മനസ്സിലാവുന്നില്ല, പറഞ്ഞവനും മനസ്സിലാവുന്നില്ല. മറ്റയാളോട് ചോദിച്ചത് സെയിം ആണ്, വൈ യു വാണ്ട് ടു ബിക്കം IAS. അദ്ദേഹം പറയുന്നു, എൻ്റെ ഈ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഒന്ന് റെഡിയാക്കാനോ, അല്ലെങ്കിൽ ഐ സിംപ്ലി വാണ്ട് ടു സെർവ് ദ പീപ്പിൾ. ഓക്കെ, സിമ്പിൾ, വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുന്നു, അദ്ദേഹം പാസ്സാവുന്നു. പിന്നെ മറ്റൊരു പ്രശ്നം വെച്ചാൽ, ഈ ടോപ്പ് റാങ്കറായിട്ട് വന്ന ആൾക്കാർ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള അടങ്ങാത്ത ഒരു ആർത്തിയുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം.
എപ്പോഴും ഒരു പെർഫെക്ഷൻ ട്രാപ്പിലാണ് അല്ലെങ്കിൽ ലൂപ്പിലാണ് അവരുള്ളത്. എന്ത് ചെയ്യുമ്പോഴും അതിന്റെ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നു. ഓരോന്നും ഇപ്പോൾ ഒരു സീറ്റിൽ ഇരിക്കണമെങ്കിൽ പോലും അതിന് കൃത്യമായി അതിന്റെ പ്രൊപ്പോർഷൻ, അതിന്റെ ഹൈറ്റ്, വെയിറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും അയാൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ആ സമയം കൊണ്ട് മറ്റേയാൾ നിലത്തിരുന്നിട്ട് 4 തവണ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അയാൾ മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇദ്ദേഹത്തിന് പെർഫെക്ഷൻ വേണം, വായിച്ചത് ഓർമ്മയിൽ നിൽക്കണം, അതെല്ലാം ക്ലിയർ ആയിരിക്കണം, എന്നിട്ട് മാത്രമേ അടുത്ത ചാപ്റ്റർ തുടങ്ങുള്ളൂ. മറ്റയാൾ ഇവിടെ കുറച്ച് മറന്നുപോയാലും ഇറ്റ്സ് സിംപ്ലി കീപ്പിംഗ് ഓൺ മൂവിങ്, യുനോ. അടുത്തതിലേക്ക് പോകുന്നു, ടെസ്റ്റ് എഴുതുന്നു, ആൻസർ എഴുതുന്നു, ഓപ്ഷനിൽ കറണ്ട് അഫെയർ. ഇദ്ദേഹം ഇത് പെർഫെക്ഷൻ വന്നെങ്കിൽ മാത്രമേ അടുത്ത സബ്ജക്റ്റിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നുള്ളൂ. മറ്റയാൾ റെഗുലർ ആക്ഷനിലാണ്, അയാൾക്ക് പെർഫെക്ഷന്റെ പ്രശ്നമില്ല. ഇനിയൊന്ന് മെന്റൽ സ്റ്റാമിനയാണ്. നമുക്കറിയാലോ, ഈ എക്സാമിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു 80% മനസ്സിൽ ഡിപ്പെൻഡഡ് ആണ്. നമ്മൾ എക്സാം എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ ചെയ്താലും എക്സാം ഹാളിന്റെ ആ 120 മിനിറ്റ്സ് പ്രിലിംസിലും മെയിൻസിന്റെ ആ 180 മിനിറ്റ്സ് നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയവും സമ്മർദ്ദവും കാരണം ഒരുപക്ഷെ പഠിച്ചതെല്ലാം മറന്നുപോകും. ക്വൈറ്റ് നാച്ചുറൽ. അതെല്ലാ സൈക്കോളജിസ്റ്റും അംഗീകരിച്ച ഒരു പോയിന്റാണ്. അപ്പൊ മെന്റൽ സ്റ്റാമിന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇദ്ദേഹം കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടി ടെൻഷൻ അടിച്ച് പ്രഷർ കയറിയിരിക്കുമ്പോൾ മറ്റേ ആൾക്ക് ചിന്തിക്കാനൊന്നുമില്ല. അയാൾ കൂളാണ്, ഭയങ്കര ഹാപ്പിയാണ്. അറിയാവുന്നത് അദ്ദേഹം എഴുതുന്നു, അദ്ദേഹം പോകുന്നു. ഇനി ഇതിന്റെ ഉദ്ദേശശുദ്ധി, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ചിലപ്പോൾ ഒരു പരിധിവരെ ഒരു ടോപ്പ് റാങ്കറുടെ മൈൻഡിലുള്ള തോട്ട് അദ്ദേഹത്തിന്റെ ഈഗോ പ്രശ്നമാണ്. ഐ വാണ്ട് ടു പ്രൂവ് ദാറ്റ് ഐ ആം ദ മോസ്റ്റ് ഇന്റലിജന്റ് ഗൈ, ഐ ആം ദ ബ്രില്യന്റ് ഗൈ. എവരിബഡി സേ യെസ് യു ആർ ഇന്റലിജന്റ്, യെസ് ഐ ആം ഇന്റലിജന്റ്, ഐ വാണ്ട് ടു പ്രൂവ് ഇറ്റ്. ഈ വാശിയിൽ, ഈ ഈഗോ, ഈ ദേഷ്യം, ഈ അറഗൻസ്, ഈ വാശിയിൽ ഇയാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോകും, കയ്യിൽ നിന്ന് സംഭവം പോയി പോകും. മറ്റേ ആൾക്കൊരു ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ട്. അയാളെ സംബന്ധിച്ചുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമാണ്, ഞാൻ ആവറേജ് ആണ്, പക്ഷെ എനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹം, എൻ്റെ സൊസൈറ്റിക്ക്, എൻ്റെ നാടിന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാരണങ്ങൾ ആണ് ശരിക്കും ഒരു ടോപ്പ് റാങ്കറെയും ഒരു ആവറേജ് സ്റ്റുഡന്റിനെയും വിജയത്തിലേക്ക് എത്തിക്കണോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങൾ. ഇതെല്ലാവർക്കും ഒരുപോലെ ആയിക്കോണമെന്നില്ല. പ്ലീസ് ഡോണ്ട് ബ്ലെയിം മീ, പ്ലീസ് ഡോണ്ട് മിസ്ജഡ്ജ് മീ. ഇത് കുറെ ടോപ്പേഴ്സിന്റെ കേസിൽ സംഭവിക്കുന്ന സ്ഥിരം ഇഷ്യൂസ്, കുറെ വർഷങ്ങളായിട്ട് പലരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ ചില ഇഷ്യൂസ് ആണ്. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ക്രാക്ക് ദിസ് എക്സാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ബ്രെയിനിന്റെ എക്സാം അല്ല, ബ്രെയിൻ കൺട്രോളിന്റെ എക്സാം ആണ്. ഇതൊരു കോമൺ സെൻസിന്റെ എക്സാം ആണ്. ഇതൊരു കാംനെസിന്റെ എക്സാം ആണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകട്ടെ. ഈ വരാൻ പോകുന്ന പ്രിലിംസിനും അല്ലെങ്കിൽ അതിന്റെ മെയിൻസിനും വളരെ ചിട്ടയായിട്ടുള്ള ഒരു ട്രാക്ക് നിങ്ങൾ സെറ്റ് ചെയ്യൂ. വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡായിട്ട് മുന്നോട്ടേക്ക് പോകൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അച്ചീവബിൾ ആണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Gallant IAS, chasing your passion to ace.